കണ്ണൻ പറയുന്നത് കേട്ടവരെല്ലാം അവനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. തരകൻ ഉപേക്ഷിച്ചു പോകുന്ന കല്ലിന് 10 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറായ കണ്ണനെ അവരൊരു മണ്ടനായാണ് കണ്ടത്. തരകൻ അവനെ ഒന്നുകൂടി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കണ്ണ, ആളുകളൊക്കെ കളിയാക്കുന്നത് കണ്ടോ? വെറുതെ ഇത്രയും കാശ് മുടക്കി പരീക്ഷണം നടത്തണോ? വേണം സാർ, ഇതെന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ മാത്രമൊന്നുമല്ല. ആ കല്ലിനെ അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷെ തരകൻ അവനെ നിരുത്സാഹപ്പെടുത്തി. തന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് താൻ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടും കണ്ണൻ പിന്നോട്ടു പോവാൻ തയ്യാറായില്ല. പക്ഷെ മറ്റാരും കാണാത്തൊരു ഡയമണ്ട് ആ കല്ലിനകത്തുള്ളത് തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് കണ്ണൻ കണ്ടിരുന്നു. അതുമല്ല, ലോട്ടറി അടിച്ച 10 ലക്ഷം രൂപ അവന്റെ കയ്യിലുണ്ടായിരുന്നത് കാരണം ആ കല്ല് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കടക്കാരൻ കണ്ണനോട് ആ കല്ലെടുക്കുന്നുണ്ടോന്ന കാര്യത്തിൽ ഒന്നുകൂടി ചോദിച്ചു ഉറപ്പുവരുത്തി. കണ്ണൻ സന്തോഷത്തോടെ തന്നെ പോക്കറ്റിൽ നിന്ന് തന്റെ കാർഡ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. കടയുടമ സന്തോഷത്തോടെ തന്നെ ആ കാർഡ് സ്വൈപ്പ് ചെയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലായി. അതെ ചേട്ടാ, ഈ കല്ല് ഞാൻ പറയുന്നത് പോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ണൻ പറഞ്ഞത് അയാൾ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. അയാൾക്ക് വലുത് പണമാണല്ലോ. അത് കണ്ണനിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നെ എന്ത് നോക്കാനാണ്? കണ്ണൻ സ്വൈപ്പ് ചെയ്ത് പണമെടുത്ത ശേഷം കടക്കാരൻ കണ്ണന്റെ നിർദ്ദേശം പോലെ തന്നെ ആ കല്ല് വെട്ടിയെടുക്കാൻ തുടങ്ങി. നിനക്ക് പറ്റിയത് വലിയൊരു തെറ്റാണ് കണ്ണ. ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. വേണ്ടിയിരുന്നില്ല. എന്നാൽ ആ കല്ലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഡയമണ്ട് കണ്ടിരുന്ന കണ്ണൻ തരകന്റെ വാക്ക് കേട്ടപ്പോ ഒന്ന് ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ആ കല്ലിന്റെ മുൻഭാഗം വെട്ടിയെടുത്തപ്പോൾ അവിടെ കൂടി നിന്നവരുടെയെല്ലാം കണ്ണുകൾ വിടർന്നു. കാരണം ആ വെട്ടിയെടുത്ത ഭാഗത്തു നിന്നും ആ കല്ലിനുള്ളിൽ ഒളിപ്പിച്ച പച്ച നിറത്തിലുള്ള ഡയമണ്ട് കാണുന്നുണ്ടായിരുന്നു. ആളുകൾ പരസ്പരം എന്തൊക്കെയോ പിറുപിറുത്തു തുടങ്ങി. കടയുടമ എങ്ങാനും അബദ്ധത്തിൽ ആ ഡയമണ്ട് കട്ട് ചെയ്താലൊന്ന് കരുതി കണ്ണൻ കട്ടിംഗ് മിഷൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി സ്വയം കട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അവന്റെ കണ്ണിൽ അതിന്റെ പൊസിഷൻ വളരെ നന്നായി തന്നെ തെളിഞ്ഞു കാണാമായിരുന്നല്ലോ. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കല്ല് മുഴുവൻ കട്ട് ചെയ്തെടുത്ത് കണ്ണൻ ആ പച്ച നിറത്തിലുള്ള ഡയമണ്ട് പൂർണ്ണമായും പുറത്തേക്കെടുത്തു. തരകന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഹൃതികയുടെ അവസ്ഥയിലും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഡയമണ്ടിന്റെ തിളക്കം കണ്ടവരൊക്കെ അതിനുവേണ്ടി ലേലം വിളിച്ചു തുടങ്ങി. ഒരാൾ ആ കല്ലിനു വേണ്ടി 15 ലക്ഷം മുടക്കാൻ തയ്യാറായപ്പോൾ അടുത്തയാൾ 20 ലക്ഷം വില പറഞ്ഞു. എന്നാൽ ഉടനെ അടുത്ത ആൾ 25 ലക്ഷം പറഞ്ഞു. അതോടെ ഓരോരുത്തരായി ലേലം വിളിച്ചു തുടങ്ങി. അപ്പോഴേക്കും തരകന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങി. ഞാൻ 50 ലക്ഷം തരാം. ആ ഡയമണ്ട് നീ എനിക്ക് വിൽക്കുവോ? തരകന്റെ ശബ്ദം കേട്ടതും കണ്ണൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ടൊരു പുഞ്ചിരിയോടെ ആ കല്ലിലേക്ക് നോക്കി. സാറിന് ഞാൻ ഈ കല്ല് തരുള്ളൂ, പക്ഷേ 50 ലക്ഷത്തിനല്ലെന്ന് മാത്രം. അത് കേട്ടപ്പോൾ ഹൃതിക അടക്കമുള്ള എല്ലാവരും ഒന്ന് ഞെട്ടി. സാർ എനിക്ക് 35 ലക്ഷം രൂപ തന്നാ മതി. ഈ കല്ലിന്റെ ശരിക്കുള്ള വില അതാ. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട സാർ. കണ്ണന്റെ ആ ആറ്റിറ്റ്യൂഡ് തരകനെ ഒരുപാട് ആകർഷിച്ചു. അദ്ദേഹം ഹൃതികയെ നോക്കി 35 ലക്ഷം രൂപയുടെ ചെക്ക് തയ്യാറാക്കാൻ പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണൻ ആവശ്യപ്പെട്ട തുകയടങ്ങിയ ചെക്ക് അവന്റെ കയ്യിലെത്തി. കണ്ണനും സന്തോഷം, തരകനും സന്തോഷം. എല്ലാം സെറ്റിൽ ചെയ്ത ശേഷവും തരകനെ അറിയേണ്ടിയിരുന്നത് ആ കല്ലിനുള്ളിൽ ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട് ഉണ്ടെന്നുള്ള കാര്യം കണ്ണൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം അവനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. എന്താണെന്നറിഞ്ഞൂടാ, ആ കല്ലിങ്ങനെ നോക്കി നിന്നപ്പോ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. മോനെ കണ്ണ, ആ കല്ല് വിട്ടുകളയല്ലേ, അതിനകത്തൊരു നിധിയുണ്ടെന്ന്. അപ്പൊ പിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല സാർ. കണ്ണൻ കുസൃതിയോടെ പറയുന്നത് കേട്ടപ്പോ തരകന് ചിരി വന്നു. അയാൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ കണ്ണനും അയാൾക്കൊപ്പം കൂടി. അപ്പോഴാണ് കണ്ണന്റെ മൊബൈൽ റിങ് ചെയ്തത്. അവൻ അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ആരോടോ സംസാരിക്കുന്നത് തരകൻ ശ്രദ്ധിച്ചു. ഫോൺ വെച്ച്
തന്റെ മകനാണ് ഏറ്റവും മിടുക്കനെന്ന ഭാവത്തിൽ നടക്കുന്നവരാണ് വിക്രമനും ഭാര്യ നിർമ്മലയും. കണ്ണൻ വില കൂടിയ കാറിൽ ചെന്നിറങ്ങുന്നത് കണ്ട വിക്രമൻ അതിന്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഒപ്പം മകന്റെ ഗുണഗണങ്ങളും. സ്വന്തം അച്ഛൻ അകത്ത് ജീവിക്കുമോ മരിക്കുമോ എന്നറിയാതെ കിടക്കുമ്പോഴും കണ്ണൻ വന്നിറങ്ങിയ കാറിന്റെ കാര്യമായിരുന്നു അയാൾക്കും ഭാര്യയ്ക്കും അറിയേണ്ടിയിരുന്നത്. കണ്ണനെ ഒന്ന് അകത്ത് കയറി മുത്തച്ഛനെ കാണാനുള്ള ഗ്യാപ്പ് പോലും അവര് കൊടുത്തില്ല. എന്നാലും എന്റെ കണ്ണാ, അച്ഛൻ അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ലാതെ കിടക്കുമ്പോ നീ എന്തൊക്കെയാ ചെയ്യുന്നേ? വീട്ടിലെ ചെലവ് നോക്കാൻ പാടുപെടുന്നവൻ വന്നിറങ്ങിയ കാറ് കണ്ടോ? വെറുതെ കാശ് കളയാനായിട്ട്. എടാ കണ്ണാ, ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് മുന്നേ കയ്യിൽ ഒരു സമ്പാദ്യമൊക്കെ വേണം. എന്റെ മോനെ കണ്ടോ, അവൻ സ്വന്തം സമ്പാദ്യം എടുത്ത കാറും വീടും ഒക്കെ വാങ്ങിയത്. നീ ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ചക്രശ്വാസം വലിക്കുന്നു. അതിനിടയ്ക്കാ ഇങ്ങനെ ഓരോന്ന്. കണ്ണനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ അവരുടെ മകൻ ഉദയനുമായി അവനെ താരതമ്യം ചെയ്യാനും അവര് മറന്നില്ല. ഉദയനും കൂടി അവനെ കളിയാക്കാൻ കൂട്ടത്തിൽ കൂടിയതോടെ കണ്ണന് നല്ല ദേഷ്യം വന്നു. എനിക്കിപ്പോ നിങ്ങളോടൊക്കെ തർക്കിക്കാനും വിശദീകരിക്കാനും സമയമില്ല. അപ്പൂപ്പൻ എവിടെ കിടക്കുന്നേ? മര്യാദയ്ക്ക് അത് പറ. എനിക്ക് അപ്പൂപ്പനെ കാണണം. അപ്പോഴാണ് വിക്രമൻ അദ്ദേഹം രണ്ടാമത്തെ നിലയിൽ റൂം നമ്പർ 205 പറയുന്നത്. അവരെ എല്ലാം ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് സ്റ്റെയർ ലക്ഷ്യമാക്കി അവൻ നടന്നു. കണ്ണൻ അവിടെ നിന്നും നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി റൂം നമ്പർ 205 കണ്ടുപിടിച്ചു. അവന്റെ അപ്പൂപ്പൻ അവിടെ തളർന്നു കിടക്കുകയായിരുന്നു. കണ്ണന്റെ അച്ഛൻ നന്ദനും അമ്മ ദേവിയും അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ അവസ്ഥ കണ്ടപ്പോൾ കണ്ണന് വല്ലാത്ത സങ്കടം വന്നു. അവൻ തന്റെ അച്ഛനെ നോക്കി. എന്താച്ചാ അപ്പൂപ്പന് പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞ്? നന്ദൻ വിഷമത്തോടെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവനെ അറിയിച്ചത്. അദ്ദേഹത്തിന് ഉടനെ തന്നെ ഒരു സർജറി നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞതായി നന്ദൻ കണ്ണനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ 1 കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടത്രേ. കണ്ണനാകെ വല്ലാതെയായി. അവൻ അപ്പൂപ്പൻ എന്നാൽ അത്രയും ജീവനായിരുന്നു. പിന്നെ എന്താച്ചാ താമസം? ഡോക്ടറിനോട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ പറ. അപ്പോഴേക്കും വിക്രമനും ഭാര്യയും മകനും അകത്തേക്ക് കയറി വന്നു. മൂവരുടെയും മുഖത്ത് പുച്ഛഭാവമാണ്. അതിന് നിന്റെ അച്ഛൻ പൈസ വല്ലതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എത്ര കാശ് വേണമെന്ന് കരുതിയിട്ടാ? നന്ദന്റെ മുഖം കുനിഞ്ഞുപോയി. നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ ആ കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന നന്ദന്റെ ചോദ്യത്തിന് എനിക്കെന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണമെന്നും തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പ്രതീക്ഷിക്കരുതെന്നും വിക്രമൻ പറഞ്ഞു കളഞ്ഞു. ചേട്ടൻ എന്താ ഈ പറയുന്നേ? അത് നമ്മുടെ അച്ഛനാ. ഈ സർജറി നടന്നാലേ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ പറയുന്നത് ചേട്ടനും കേട്ടതല്ലേ? ഇത് കേട്ട നിർമ്മല ഇടയ്ക്ക് കയറി. അതിന് അച്ഛനിപ്പോ പ്രായം കുറെ ആയില്ലേ? ഇനി ഈ ഓപ്പറേഷൻ ചെയ്താലും എത്ര കാലം ജീവനോടെ ഉണ്ടാകാനാ? വെറുതെ കുറെ കാശ് ചെലവാക്കി കളയാൻ ഞങ്ങളുടെ എന്തായാലും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം കൂടെ നോക്കണം. നിർമ്മലയുടെയും വിക്രമന്റെയും പെരുമാറ്റത്തിൽ നന്ദന്റെയും ദേവിയുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചു. ചേട്ടാ, അത് നമ്മുടെ അച്ഛനാണ്. ഓ, എന്നിട്ടാണല്ലോ നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ടു നിർത്തി എന്റെ അച്ഛനെ ഒരു വേലക്കാരനാക്കിയത്. ഉള്ള വീട്ടുപണി മൊത്തം ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ ന്യായം പറയുന്നു. നിന്റെ മോനല്ലേ ഷോ കാണിക്കാൻ കാശിറക്കി അർമാദിക്കുന്നേ? അവനോട് പറയും ഓപ്പറേഷൻ നടത്താൻ. അല്ല പിന്നെ. വിക്രമൻ പിന്നെയും വിഷം തുപ്പി. അപ്പൂപ്പൻ അദ്ദേഹത്തിന്റെ ആയ സമയത്ത് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അത് ചെയ്തതിനാണ് അയാൾ അച്ഛനെ വേലക്കാരനാക്കിയതെന്ന് പറയുന്നത്. എന്റെ മോൻ എന്തർമാദിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? ദേവി ചോദിച്ചതും വിക്രമൻ കണ്ണൻ തങ്ങളെ കാണിക്കാനായിട്ട് വിലപിടിപ്പുള്ള കാറൊക്കെ വാടകയ്ക്കെടുത്ത് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ അപമാനിക്കാൻ ശ്രമിച്ചു. അച്ഛനമ്മമാരുടെ നോട്ടം കണ്ണനിലെത്തിയപ്പോ അവൻ കരയുകയായിരുന്നു. അപ്പൂപ്പനെ എന്ത് വില കൊടുത്തും രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്റെ മോനെ പറ്റി അനാവശ്യം പറയരുത്. അവന്റെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്. വെറുതെ അവനെപ്പറ്റി കഥയുണ്ടാക്കണ്ട. അപ്പോഴേക്കും ഉദയനും കയറി ഇടപെട്ടു. നിങ്ങൾ കൊള്ളാലോ. നിങ്ങളുടെ മോൻ ആഡംബരം കാണിക്കാൻ കാശുണ്ട്. അവനോട് ചോദിക്കുക കാശ്. എന്റെ അച്ഛനോടല്ല ചോദിക്കേണ്ടത്. ഞങ്ങൾക്കേ 100 ആവശ്യങ്ങളുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കാൻ എന്റെ അടുത്തോ എന്റെ അച്ഛന്റെയോ കയ്യിൽ എന്തായാലും കാശില്ല. ഉദയൻ പറയുന്നത് കേട്ട് നന്ദന് വിഷമം തോന്നി. കണ്ണന് വർമ്മ ഡയമണ്ട്സിൽ വളരെ ചെറിയൊരു ജോലിയാണ് ഉള്ളതെന്ന് അയാൾക്കറിയാം. വീട്ടിലെ ചെലവ് നോക്കാൻ തന്നെ പാടുപെടുന്ന അവനെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലായിരുന്നു ആ സർജറിയുടെ ചെലവെന്നത് അയാളെ കൂടുതൽ വേദനിപ്പിച്ചു. അത് അവരോട് പറഞ്ഞിട്ടും യാതൊരു കരുണയുമില്ലാതെ അവന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഓപ്പറേഷൻ നടത്താൻ തന്നെ വിക്രമനും കുടുംബവും നന്ദനോട് പറഞ്ഞു. എല്ലാം കൂടെ കണ്ടപ്പോ കണ്ണന് ദേഷ്യം വന്നു തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും? നിങ്ങളുടെയൊക്കെ അച്ഛനാ കിടക്കുന്നത്. ഈ സമയത്ത് തല്ലുകൂടാതെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേ. അപ്പോഴാണ് വിക്രമൻ അച്ഛന്റെ സർജറിക്ക് 20 ലക്ഷം രൂപയോളം വേണമെന്ന കാര്യം ഡോക്ടർ പറഞ്ഞത് കണ്ണനെ അറിയിക്കുന്നത്. അത് കഴിഞ്ഞുള്ള മരുന്നും ചിലവുകളും വേറെ.
അയാൾ 1 രൂപ പോലും ചിലവാക്കില്ലെന്ന് അറുത്തു മുറിച്ച് പറഞ്ഞു കളഞ്ഞു. നാണമില്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ. ഇങ്ങനെ നിവർന്നു നിന്ന് സംസാരിക്കുന്നത് പോലും ആ മനുഷ്യനുള്ളതുകൊണ്ടാണെന്ന് മറക്കണ്ട. വളർത്തി വലുതാക്കിയതിന്റെ നന്ദി കാണിക്കടോ. നിങ്ങളുടെ അച്ഛനല്ലേ ഒന്നില്ലേലും. പക്ഷെ വിക്രമൻ എല്ലാം കേട്ട് കണ്ണനോട് തിരികെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കാനുള്ള കാശ് അവരുടെ അടുത്തില്ലെന്നും വിക്രമൻ പറഞ്ഞു. അപ്പൂപ്പനെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് തന്നെ കാശ് മുടക്കിക്കോളാൻ പറഞ്ഞതോടെ കണ്ണന് അയാളോട് പുച്ഛം തോന്നി. അമ്മാവൻ ഇങ്ങനെ പെരുമാറുമെന്ന് കണ്ണൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്റെ അപ്പൂപ്പനെ രക്ഷിക്കാൻ ഇവിടെ ആരും ഒന്നും ചെയ്യണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അപ്പൂപ്പന്റെ ഓപ്പറേഷനുള്ള കാശ് ഞാൻ തന്നെ അടച്ചോളാം. കണ്ണൻ പറയുന്നത് കേട്ട് വിക്രമനും കുടുംബവും പുച്ഛത്തോടെ ചിരിച്ചു. അവർക്കവൻ പറഞ്ഞത് ഒട്ടും വിശ്വാസമായിട്ടില്ലെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ കണ്ണന് മനസ്സിലായതാണ്. വെറും വാക്ക് പറഞ്ഞാൽ മാത്രം പോരെന്ന് പറഞ്ഞ് അവരവനെ കളിയാക്കാൻ തുടങ്ങി. അത് കണ്ട നന്ദൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ മോനെ, ഇത്രയും കാശ് എന്റെ മോനെ എവിടെ നിന്നുണ്ടാക്കാനാ? 1-2 രൂപയല്ല, 20 ലക്ഷമാ. നമ്മുടെ വീടിന്റെ അവസ്ഥ മോനെ അറിയാത്തല്ലോ. അപ്പൂപ്പനെ രക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നില്ലടാ. അച്ഛന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട കണ്ണന് വിഷമം തോന്നി. അവൻ അദ്ദേഹത്തെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛൻ വിഷമിക്കണ്ട, അപ്പൂപ്പനെ നമുക്ക് രക്ഷിക്കാം. ഞാനല്ലേ പറയുന്നേ. അതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അതോർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. കണ്ണൻ പറയുന്നത് വിശ്വാസം വരാതെ വിക്രമനും കൂട്ടരും വീണ്ടും അവനെ ചൊറിയാൻ തുടങ്ങി. കണ്ണനെ ഒന്നുമില്ലാത്തവനെ ചിത്രീകരിക്കാൻ അവർക്കെന്തോ വല്ലാത്ത ആവേശമായിരുന്നു. എന്റെ പൊന്ന് കണ്ണാ, നിന്റെ തള്ളു മതിയാക്ക്. എന്നിട്ട് പ്രവർത്തിച്ചു കാണിക്ക്. 10 പൈസയ്ക്ക് ഗതിയില്ല, എന്നാലും കൊമ്പത്താണെന്ന ചെക്കന്റെ വിചാരം. നിർമ്മല അത് പറഞ്ഞതും കണ്ണന് മനസ്സിലേക്ക് വന്നത് ദിവ്യ അവനെ അപമാനിച്ചു പറഞ്ഞ വാക്കുകളാണ്. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. നിർത്തിക്കുമല്ല, എന്റെ അപ്പൂപ്പനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിന് എന്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് നിനക്കൊക്കെ തെളിയിച്ചു തരേണ്ട കാര്യം എനിക്കില്ല. അച്ഛാ, ഡോക്ടറോട് പറഞ്ഞോ അപ്പൂപ്പന്റെ സർജറി ഫിക്സ് ചെയ്തോളാം. കാശ് ഞാൻ അടച്ചോളാം. ഉറച്ച സ്വരത്തിൽ പറയുന്ന കണ്ണനെ നന്ദനും ദേവിയും ആശ്ചര്യത്തോടെ നോക്കി. കണ്ണനാകെ ദേഷ്യം വന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൂപ്പൻ ജീവനു വേണ്ടി പോരാടുമ്പോൾ വിക്രമനും കുടുംബവും തന്നെയും കുടുംബത്തെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉദയനെ നേരെ തിരിഞ്ഞു. മോനെ ഉദയേട്ടാ, ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ അടിച്ച് നിന്റെ അണപ്പല്ലി ഞാൻ താഴെയിടും. ഇനി നീ ഈ കാര്യത്തിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ മാത്രമല്ല, നിന്റെ അപ്പനോടും അമ്മയോടും കൂടെ ഞാനീ പറയുന്നത്. ഇനി എന്നെയോ എന്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞാ ബാക്കി ഞാൻ അപ്പ കാണിച്ചു തരാം. കണ്ണന്റെ ആ ഒരു മുഖം അവർ ആദ്യമായായിരുന്നു കാണുന്നത്. എന്നാൽ അവന്റെ മുന്നിൽ തോറ്റു നിൽക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് വിക്രമൻ വീണ്ടും മുന്നോട്ട് വന്നു. മതിയടാ പ്രസംഗിച്ചത്. സത്യം പറഞ്ഞ നിന്നോടൊക്കെ എനിക്ക് സഹതാപം തോന്നുക. നീ എന്താ പറഞ്ഞേ? അച്ഛന്റെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ നിന്റെലുണ്ടെന്നോ? അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ? തെളിവ് കാണിക്കേ. എന്നിട്ടത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം. കാശുണ്ടെന്ന് എനിക്ക് ബോധ്യമായ നിന്റെ അച്ഛനോട് ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ മാപ്പ് ചോദിക്കും. അല്ലെ നീയൊക്കെ ഞങ്ങളോട് മാപ്പ് പറയണം. കണ്ണൻ അപ്പോൾ തന്നെ തരകൻ കൊടുത്ത ചെക്ക് എടുത്ത് അവരെ കാണിച്ചു. ചെക്ക് തുറന്നു നോക്കിയ വിക്രമന്റെ കണ്ണ് ഇപ്പൊ തള്ളിപ്പുറത്തേക്ക് വീഴുമെന്ന അവസ്ഥയിലായിപ്പോയി. വർമ്മ ഡയമണ്ട്സിന്റെ പേരിലുള്ള 35 ലക്ഷം രൂപയുടെ ചെക്ക്. വിക്രമന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ നിൽപ്പ് കണ്ട ഉദയൻ മുന്നോട്ട് വന്ന് ആ ചെക്ക് വാങ്ങി നോക്കി. ആ ചെക്ക് കണ്ട അവനും ഞെട്ടി കണ്ണനെ നോക്കി. എന്തിനാണ് വർമ്മ ഡയമണ്ട്സ് കണ്ണന് അത്രയും തുക നൽകിയതെന്നായിരുന്നു ഉദയൻ അറിയേണ്ടിയിരുന്നത്. അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ചേട്ടനിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ അങ്ങോട്ട് ചെകയാൻ നിൽക്കണ്ട. ഇനിയെങ്കിലും മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്ദന് കാശ് കണ്ടപ്പോൾ സമാധാനം തോന്നിയെങ്കിലും ആ പണം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് കൂടി അറിയണമായിരുന്നു. അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പം അപ്പൂപ്പന്റെ സർജറിയുടെ കാര്യം മാത്രം ഓർത്താൽ മതി. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. കണ്ണൻ പറഞ്ഞ കാര്യം സത്യമായതുകൊണ്ട് തന്നെ വിക്രമനും ഫാമിലിയും പതുക്കെ പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കണ്ണന്റെ ശബ്ദം പിന്നിൽ നിന്നും ഉയർന്നത്. അമ്മാവനൊന്ന് നിന്നേ. പറഞ്ഞ കാര്യം മറന്നുപോയോ? ചെക്ക് കണ്ടല്ലോ അല്ലേ? വിക്രമൻ മറുപടി പറയാതെ തല കുനിച്ചു നിന്നു. നീ ഇതാരോടെ സംസാരിക്കുന്നെന്ന് ബോധമുണ്ടോ കണ്ണാ? നിന്റെ അമ്മാവനാ അത്. അതിന് അമ്മാവനായാലും വല്യച്ഛനായാലും ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിങ്ങളോടൊക്കെ ഈ രീതിയിൽ സംസാരിക്കാനേ എനിക്കറിയൂ. കണ്ണൻ പറയുന്നത് കേട്ടപ്പോൾ ഉദയനെ വിറഞ്ഞു കയറി.
എന്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ആരടാ? നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ കരുതണ്ട. നിന്റെ ഈ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്റേൽ കാശുണ്ടെന്ന് തെളിയിച്ച എന്തോ മലമറിക്കുമെന്ന്. ആദ്യം അത് ചെയ്ത് കാണിക്കടാ, എന്നിട്ട് നീ എന്റെ നേരെ നിന്ന് കുരയ്ക്ക്. അപ്പോഴേക്കും വിക്രമൻ പരിഭ്രമത്തോടെ അടുത്ത നമ്പർ ഇറക്കി. ആ ചെക്ക് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞായിരുന്നു അയാളുടെ ഷോ. കണ്ണൻ തന്നേക്കാൾ ചെറുപ്പമാണെന്നും അവനോട് താൻ എങ്ങനെ മാപ്പ് ചോദിക്കുമെന്നും നന്ദനോട് ചോദിച്ചപ്പോ നന്ദൻ മകനെ നോക്കി. എന്നെ വെല്ലുവിളിച്ചപ്പോ അമ്മാവൻ ഈ പ്രായ വ്യത്യാസമൊന്നും ബാധകമല്ലായിരുന്നു. ദേ ഞാനിപ്പോ നല്ല രീതിയിലാണ് സംസാരിച്ചത്. എന്റെ ആ സ്വഭാവം നിങ്ങൾ മാറ്റരുത്. നന്ദൻ പെട്ടെന്ന് ശബ്ദമുയർത്തി. അതോടെ എല്ലാവരും ശബ്ദമുയർത്തി. അയാൾ ചേട്ടനെ നോക്കി അച്ഛന്റെ ചികിത്സാ പണം തരുമോ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു വിക്രമന്റെ മറുപടി. അയാളെ കൊണ്ട് അത്രയും പണം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി അച്ഛന്റെ കാര്യം എനിക്ക് തന്നെ നോക്കാമല്ലോ അല്ലേ? കണ്ണാ, മോൻ പോയി ഡോക്ടറോട് സംസാരിച്ച് അപ്പൂപ്പന്റെ സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ഇനി ഇവരുടെ സൈഡൊന്നും നോക്കേണ്ട കാര്യമില്ല. കണ്ണൻ എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി പുറത്തേക്ക് നടന്നു. കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിയതും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വന്നു. അവളെ കണ്ടതും ഉദയൻ പരിചയഭാവത്തിൽ മുന്നോട്ട് ചെന്ന് ആ പെൺകുട്ടിയുടെ പേര് വിളിച്ച് വിഷ് ചെയ്തു. താനേതാ? എനിക്ക് മനസ്സിലായില്ല. എന്റെ പേരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ, ദീപിക്ക് എന്നെ മനസ്സിലായില്ലേ? നിങ്ങളുടെ വർമ്മ ഡയമണ്ട്സിന്റെ ഒരു പരസ്യം എന്റെ കമ്പനിയാണ് ചെയ്തത്. ഉദയ് അഡ്വർടൈസ്മെന്റ് കമ്പനി, ഓർക്കുന്നില്ലേ? ഞാനതിന്റെ ഓണർ ഉദയൻ. ആ ശരി. മിസ്റ്റർ കണ്ണൻ എവിടെ? കുറച്ചു നേരമായിട്ട് ഞാൻ അയാൾ അന്വേഷിച്ചു നടക്കുന്നു. റിസപ്ഷനിൽ ചോദിച്ചപ്പോ ഈ മുറിയിലാണെന്ന് പറഞ്ഞു. എവിടെ കണ്ണൻ? കണ്ണൻ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചത് കൊണ്ടാണ് ദീപിക അവനെ അന്വേഷിച്ചു വന്നതെന്നായി ഉദയന്റെ ചിന്ത. അവനെ അവിടെ നിന്നും പുറത്താക്കാനുള്ള ഓർഡർ കൊടുക്കാനാവും അവൾ ഇവിടെ വന്നതെന്ന് കരുതി ഉദയൻ അവിടെ നിന്ന് കട്ട ഷോ തുടങ്ങി. കണ്ണൻ തന്റെ അനിയനാണെന്നും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അവനെ ഉപദേശിച്ച് നന്നാക്കണമെന്നുമൊക്കെ പറഞ്ഞ് അവൻ ആള് കളിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലൂടെ തൻ്റെ അച്ഛനമ്മമാരെ അവൾക്ക് പരിചയപ്പെടുത്താനും അവൻ മറന്നില്ല. എന്നാൽ ദീപിക ഇതിലൊന്നും ശ്രദ്ധിക്കാതെ നിന്നു. അപ്പോഴാണ് കണ്ണൻ അകത്തേക്ക് വന്നത്. അവനെ കണ്ടതും ഉദയൻ അവന് നേരെ ഒരു ചാട്ടം ചാടി. ഇവൻ എന്ത് തേങ്ങയെ കാണിക്കുന്നെന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ദീപിക മുന്നോട്ട് വന്നത്. ഇയാളാണോ കണ്ണൻ? അതെ, എന്താ കാര്യം? ഹലോ കണ്ണ, ഞാൻ ദീപിക, ഋതിക മാമിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. മാം ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഋതികയ്ക്ക് നേരത്തെ കണ്ണനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. കണ്ണനാണ് ആ ഡയമണ്ട് നശിപ്പിച്ചതെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അവൾ ദീപികയെ അങ്ങോട്ട് അയച്ചത്. ഞാൻ മേഡത്തിനോട് പറഞ്ഞതാണല്ലോ ഞാൻ അങ്ങോട്ട് വന്നോളാന്ന്. പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്? എന്ത് കാര്യമാണെങ്കിലും ഇവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അത് കണ്ണൻ, നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. സത്യത്തിൽ ഋതിക മാം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് വേറൊരു കാര്യത്തിനാണ്. കണ്ണനും ആ മുറിയിലുള്ള മറ്റുള്ളവരും കാര്യം എന്താണെന്നറിയാൻ ദീപികയെ തന്നെ നോക്കി. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഹോസ്പിറ്റൽ ചെലവ് മുഴുവൻ ഋതിക മാം ഏറ്റെടുത്തു. അത് മാത്രമല്ല, ഈ ആശുപത്രിയിൽ ഏറ്റവും മികച്ച ഡോക്ടർമാരെ തന്നെ സർജറിക്ക് വേണ്ടി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ദീപിക പറയുന്നത് കേട്ട് കണ്ണന്റെ മാത്രമല്ല അവിടെ നിന്നവരുടെ ഒക്കെ കണ്ണുമിഴിഞ്ഞു. എന്തിനാണ് ഋതിക കണ്ണനോട് ഇത്രയും കരുണ കാണിക്കുന്നതെന്നോർത്ത് അവിടെ കൂടിയിരുന്നവരൊക്കെ അമ്പരന്നു. കണ്ണനും ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും ചിന്തിക്കേണ്ട, ബാക്കിയൊക്കെ ഡോക്ടർമാർ നോക്കിക്കോളും. അവൾ അത് പറഞ്ഞതും കുറെ ഡോക്ടർമാർ അകത്തേക്ക് കയറി വന്നു. കൂട്ടത്തിൽ സീനിയർ കാർഡിയാക് സർജനായ ഡോക്ടർ ആനന്ദ് വിജയും ഉണ്ടായിരുന്നു. കണ്ണൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ശ്വാസം നേരെ വീണു. അവൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ടെൻഷനാവണ്ട, തൽക്കാലം എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കുക. ഞങ്ങൾക്ക് പേഷ്യന്റിനെ സർജറിക്ക് വേണ്ടി തയ്യാറാക്കണം. ഡോക്ടർ പറഞ്ഞതും എല്ലാവരും ബഹുമാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. നന്ദൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ണനെ ഒന്ന് നോക്കി. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ ഒന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കത നടിച്ചു. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതിയെന്ന് മാത്രം അവൻ അദ്ദേഹത്തോട് പറഞ്ഞു. നന്ദനാണെങ്കിൽ കണ്ണന്റെ ബോസിന്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്രയും വലിയ സഹായം ചെയ്യാൻ അവർ കാണിച്ച മനസ്സിനെ എത്ര വാഴ്ത്തിയിട്ടും നന്ദന് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇനി കാണുമ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയണമെന്നും അവനോട് പറഞ്ഞു. ഞാൻ പറയാച്ചാ, അച്ഛൻ അപ്പൂപ്പന്റെ കാര്യം ശ്രദ്ധിക്കേ. ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. കണ്ണൻ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഈ സമയം ഋതിക തരകനുമായി തർക്കിക്കുകയായിരുന്നു. അങ്കിൾ എന്തിനാ ദീപികയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചത്? അവൻ ഇത്രയും സഹായം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കള്ളനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അവൻ ഒറ്റൊരുത്തം കാരണം എന്റെ ഡയമണ്ട് പോയത്. മോളെ, അവനങ്ങനെ ചുമ്മാ ഒരുത്തനല്ല. അവൻ തന്നെ ആ ഡയമണ്ട് കണ്ടുപിടിച്ചോണ്ട് വരും. നീ നോക്കിക്കോ. ഇനി അത് കണ്ടുപിടിക്കാൻ അവനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ.
എനിക്ക് ആ ഫ്രോഡിന് ഒട്ടും വിശ്വാസമില്ല. അങ്കിൾ എന്തിനാ കള്ളന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കണ്ണൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. തരകൻ അവനെ കണ്ടയുടനെ അകത്തേക്ക് വിളിച്ച് അപ്പൂപ്പന്റെ സുഖവിവരങ്ങൾ തിരക്കി. സർജറി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സാർ. സാറ് ചെയ്ത സഹായം ഈ ജന്മത്ത് ഞാൻ മറക്കില്ല. ഒരുപാട് നന്ദിയുണ്ട് സാർ. തരകൻ ഒരു പുഞ്ചിരിയോടെ ആ നന്ദി സ്വീകരിച്ചു. തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോട് ചെയ്യേണ്ട കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ഭാഗം ക്ലിയറാക്കി. സാറ് ചെയ്തത് എത്ര വലിയ കാര്യമാണെന്ന് സാറിന് മനസ്സിലാവില്ല. എന്റെ അപ്പൂപ്പൻ എന്റെ ജീവനാ. ഈ സഹായത്തിന് എന്ത് ചെയ്താലാണ് മതിയാവെന്ന് എനിക്കറിയില്ല. തരകനൊന്ന് ചിരിച്ചു. ഇതാണ് തങ്ങളുടെ ആവശ്യം പറയാനുള്ള സമയമെന്ന് തരകന് തോന്നി. ശരി കണ്ണ, നിനക്ക് അങ്ങനെ ഒരു സഹായം തിരിച്ചു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെക്കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. കണ്ണൻ സന്തോഷത്തോടെ തന്നെ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. താൻ പേടിക്കണ്ട, തന്നെക്കൊണ്ട് കഴിയുന്ന സഹായം മാത്രമേ ഞാൻ കണ്ണനോട് ചോദിക്കുള്ളൂ. കണ്ണൻ അറിയാലോ ഇവിടുന്ന് ഡയമണ്ട് മിസ്സായ കാര്യം. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വളരെ റെയറായിട്ടുള്ള ഒരു ഡയമണ്ടാണത്, ലെസോദോ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏകദേശം $40 മില്യൺ ആ ഡയമണ്ടിന്റെ വില. അത് ഞാൻ കണ്ണനോട് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണൻ എനിക്ക് വേണ്ടി ആ ഡയമണ്ട് തിരിച്ചു കൊണ്ടുവരണം. കണ്ണനാകെ പരിഭ്രമത്തിലായി. അവൻ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തരകൻ അവനെ സമാധാനിപ്പിച്ചു. തനിക്കിതിലൊരു പങ്കുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ സഹായത്തിന് വിളിച്ചത്. കണ്ണൻ ലെസോദോ കണ്ടെത്തിയ ബർമ ഡയമണ്ട്സിൽ തനിക്കൊരു ഉയർന്ന പൊസിഷനാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. എന്താ കണ്ണ, താൻ എന്നെ സഹായിക്കില്ലേ? കണ്ണന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാരണം തരകൻ അവന് മേലെ അത്രയേറെ വിശ്വാസമർപ്പിക്കുമ്പോൾ അതങ്ങനെ നശിപ്പിക്കാനും അവന് കഴിയുമായിരുന്നില്ല. അതിനുമപ്പുറത്തേക്ക് കളിയാക്കിയവരും തള്ളിക്കളഞ്ഞവരുമെല്ലാം തന്നെ തേടി വരുന്ന രീതിയിൽ ഒരു ജോലിയും. കണ്ണൻ ഒരു തീരുമാനത്തിലെത്തി. ഓക്കെ സാർ, ആ ഡയമണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ സാറിനെ സഹായിക്കാം. സാറിനെ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറ്റില്ലെന്ന് പറയും. ഞാൻ തയ്യാറാണ് സാർ. പക്ഷേ ഞാനങ്ങനെ സഹായിക്കുന്നത് ഋതിക മാമിനും കൂടി ഓക്കെ ആവണം. അവർക്ക് ഞാൻ ഈ സഹായം ചെയ്യുന്നത് പ്രശ്നമല്ലെന്ന് മാം തന്നെ പറയുവാണെങ്കിൽ നന്നായിരുന്നു. ദേ, നീ വലിയ മിടുക്കനാവാൻ നോക്കല്ലേ. ഒരു കല്ല് പൊട്ടിച്ചപ്പോ എന്തോന്ന് കിട്ടിയെന്ന് കരുതി നീ വലിയ ആളായെന്നൊന്നും കരുതണ്ട. എന്റെ കണ്ണില് നീ ഇപ്പോഴും കള്ളൻ തന്നെയാ. ഋതിക കൂടുതൽ കത്തി കയറുമെന്ന് തോന്നിയതും തരകനിടയിൽ കയറി. ഋതികയ്ക്കൊരു കുഴപ്പമില്ല. അവളെ നീ ശ്രദ്ധിക്കാനേ പോകണ്ട കണ്ണ. നീ ഇത് പറ, നിനക്കെപ്പോൾ ജോലി തുടങ്ങാൻ പറ്റും? കണ്ണൻ വളരെ ശാന്തനായാണ് മറുപടി നൽകിയത്. സാർ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ണൻ പറയുന്നത് കേട്ടപ്പോൾ ഋതിക ഇപ്പം എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ തരകനെ നോക്കി പുച്ഛിച്ചു. അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഓഫീസിൽ നിന്ന് പുറത്താക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ എന്താണ് ആ നിബന്ധന എന്ന് തരകൻ അവനോട് ചോദിച്ചു. ഈ കേസ് അന്വേഷിക്കുമ്പോൾ എൻ്റെ മേലെ ഒരാളുടെയും നിയന്ത്രണം ഉണ്ടാവരുത്. എനിക്ക് ആരെയും ചോദ്യം ചെയ്യാനുള്ള അനുവാദം വേണം. ഞാൻ ആരെയെങ്കിലും ചോദ്യം ചെയ്താൽ എനിക്ക് കിട്ടേണ്ടത് മറുപടിയാണ്, അല്ലാതെ എതിർപ്പും തർക്കുത്തരവും ആയിരിക്കരുത്. അതിന് ഏത് പോസ്റ്റിലുള്ള ആളായാലും ശരി, ഈവൻ ഋതിക മാം ആണെങ്കിലും. വാട്ട്? നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ ആരാടെന്നാ നിന്റെ വിചാരം? ഞാൻ സ്വന്തമാക്കിയ സാധനം മോഷ്ടിക്കാൻ മാത്രം അധപ്പതിച്ചവളല്ല ഈ ഋതിക. ഇഡിയറ്റ്. മാം ആ ഡയമണ്ട് മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് മാമിൻ്റെ സഹായം കൂടി വേണം. അതിനെനിക്ക് ചില കാര്യങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. തരകൻ ശാന്തനായി തന്നെ അവൻ്റെ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചു. അവൻ ആ ഓഫീസിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവും അയാൾ അനുവദിച്ചു നൽകി. അതോടെ തൽക്കാലം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മടങ്ങുകയാണെന്നും നാളെ എത്താമെന്നും തരകനോട് പറഞ്ഞ ശേഷം അവൻ ഓഫീസിൽ നിന്നിറങ്ങി. അതിനിടയിൽ ഋതികയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും അവൻ മറന്നില്ല. എന്നാൽ അത് ഋതികയുടെ ദേഷ്യം കൂട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. കണ്ടോ അങ്കിൾ, ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയാ, ഈ ഫ്രോഡിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച അവരിവനെ കൊണ്ട് തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ പറയിപ്പിക്കും. ഇല്ല മോളെ, കണ്ണന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ തീർച്ചയായും ലെസോദോ തിരികെ കൊണ്ടുവരും. ഋതിക ദേഷ്യമടങ്ങാതെ തന്നെ തരകനെ നോക്കിയിരുന്നു. കണ്ണൻ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ലെസോദോ ഡയമണ്ട് കണ്ടുപിടിക്കണമെന്നവൻ മനസ്സിലുറപ്പിച്ചു. പക്ഷെ അതിനേക്കാൾ പ്രധാനം അപ്പൂപ്പനായതുകൊണ്ട് തന്നെ അവൻ ആദ്യം പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അപ്പൂപ്പനെ ഓപ്പറേഷന് വേണ്ടി കയറ്റിയെന്നറിഞ്ഞത്. അവൻ നേരെ ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി നടന്നു. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും
എല്ലാവരും തിയേറ്ററിന് പുറത്തുണ്ട്. കണ്ണൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താച്ചാ, ഡോക്ടർ എന്താ പറഞ്ഞു? ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ടർ പുറത്തേക്ക് വന്നാലേ എന്തെങ്കിലും അറിയുള്ളൂ എന്നും നന്ദൻ അവനോട് പറഞ്ഞു. ദേവിയും നന്ദനും പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ വിക്രമൻ ഒരു ആവശ്യവുമില്ലാതെ കണ്ണന് നേരെ ചാടി. കണ്ണന്റെ കമ്പനി എന്തിനാണ് ഇത്രയും വലിയ എമൗണ്ട് മുടക്കി അപ്പൂപ്പന്റെ സർജറി നടത്തുന്നതെന്നായിരുന്നു അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോഴും കണ്ണൻ എന്തോ ഉഡായിപ്പ് കാണിച്ചതിന്റെ പേരിലാണ് അവർ അത്രയും സഹായം ചെയ്തതെന്നായിരുന്നു അവർ കരുതിയത്. അമ്മ അവനൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇതൊരു ഹോസ്പിറ്റലാ. അകത്തൊരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാതെ കിടക്കുന്നുണ്ട്. ആ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കാതെ കിട്ടിയ സഹായത്തിന്റെ അടിവേരും തപ്പി നടക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വേണ്ടി വരില്ല, പക്ഷെ എനിക്ക് എന്തായാലും എന്റെ അപ്പൂപ്പനാണ് വലുത്. വിക്രമൻ വീണ്ടും അവന്റെ നേരെ ചാടി. നീ എന്തോ ഉഡായിപ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ നിന്നെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലൊരു ഡൂക്കിലി പണിക്കാരന് വേണ്ടി അവർ ഇത്രയും തുക വെറുതെ ചെലവാക്കുമോ? സത്യം പറടാ, നീ എന്തു പണിയാ ഒപ്പിച്ചത്? വിക്രമന്റെ ചോദ്യം ചെയ്യൽ സഹിക്കാനാവാതെ നന്ദൻ അവർക്കിടയിലേക്ക് ചെന്നു. തന്റെ മകനെ നല്ല വിശ്വാസമായിരുന്നു നന്ദന്. അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞതും വിക്രമൻ അയാളെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ കണ്ണിൽ നല്ലത് ചെയ്തതുകൊണ്ടൊന്നുമല്ല കണ്ണനെ അവർ സഹായിക്കുന്നത്, മറിച്ച് അവൻ എന്തോ കാര്യം പറഞ്ഞ് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് അയാൾ തർക്കിക്കാൻ തുടങ്ങി. അയാളുടെ ഭാര്യയും മകനും എല്ലാ സപ്പോർട്ടും നൽകി കൂടെ തന്നെയുണ്ട്. ഞാനൊരു കാര്യത്തിൽ അവരെ സഹായിച്ചു. അവർക്കിനിയും എൻ്റെ സഹായം വേണമെന്ന് പറയുന്നു. അതിന് പകരമായിട്ട് അവരെന്നെയും സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കഥയുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്തേ, മാപ്പ് പറയാൻ ഏൽപ്പിച്ചത് മറന്നുപോയോ? എന്നാൽ വിക്രമൻ ദേഷ്യത്തോടെ മാപ്പ് പറയേണ്ടത് കണ്ണനാണെന്ന് വാദിച്ചു. അവൻ കാരണം എല്ലാവരും അപകടത്തിലാകുമെന്നൊക്കെ അയാൾ വെറുതെ പറയാൻ തുടങ്ങി. എന്ത് കാരണം കൊണ്ടായാലും കണ്ണനെ അംഗീകരിക്കാൻ അയാൾക്കോ അയാളുടെ ഭാര്യയ്ക്കോ മകനോ കഴിയുമായിരുന്നില്ല. ആ സംസാരം നടക്കുന്നതിനിടെയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. നന്ദൻ അപ്പോൾ തന്നെ അപ്പൂപ്പന്റെ വിവരമറിയാനായി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഒറ്റ ശ്വാസത്തിൽ 1000 ചോദ്യങ്ങൾ ചോദിക്കുന്ന നന്ദനെ ഡോക്ടർ ആനന്ദ് ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. സർജറി സക്സസ് ആണ് നന്ദൻ, ഒന്നും പേടിക്കണ്ട. പിന്നെ ആളിപ്പോൾ മയക്കത്തില്ല, ബോധം വരുമ്പോൾ അറിയിക്കാം. ശേഷം കണ്ണനും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്നും പക്ഷേ ഇനി കുറച്ചു നാളത്തേക്ക് അപ്പൂപ്പന്റെ മേൽ അതീവ ശ്രദ്ധ വേണമെന്നും പറഞ്ഞേൽപ്പിച്ചു. ചെറിയ ഇൻഫെക്ഷൻ പോലും അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഭയമായിരുന്നു അതിന് കാരണം. കണ്ണൻ അപ്പൂപ്പനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അബോധാവസ്ഥയിലായത് കാരണം ഇപ്പോൾ പറ്റില്ലെന്നും അദ്ദേഹത്തിന് ബോധം വന്നാലുടൻ കയറി കാണാമെന്നും ഡോക്ടർ ആനന്ദ് അറിയിച്ചു. എല്ലാവർക്കും മനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ച് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. കണ്ണൻ തൻ്റെ ഫോണെടുത്ത് തരകന്റെ നമ്പറിലേക്ക് ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ഒപ്പം അവർ ചെയ്ത സഹായത്തിന് പകരമായി എന്ത് വില കൊടുത്തും ലെസോതോ കണ്ടെത്തുമെന്ന് അവൻ വാക്കുകൊടുത്തു. കണ്ണന്റെ മെസ്സേജ് കണ്ടയുടൻ തരകന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഇനി തനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് തരകൻ അറിയാമായിരുന്നു. ഇനി വേണമെങ്കിൽ ഈ അവസരം മുതലെടുക്കാനും തരകന് ഈസിയായിട്ട് സാധിക്കും. ഈ സമയം മറ്റൊരിടത്ത് വർമ്മ ഡയമണ്ട്സിൽ നിന്ന് ലെസോതോ മോഷ്ടിച്ച 2 പേർ ആളൊഴിഞ്ഞൊരു സ്ഥലത്തിരുന്ന് ചർച്ചയിലായിരുന്നു. അവിടെ മൊത്തം ഇരുട്ട് പരന്നിരുന്നു. കാര്യം ലെസോതോ അവിടെ നിന്നും കടത്തിയെങ്കിലും പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ തണുപ്പിലും അവരുടെ നെറ്റിയിൽ നിന്ന് ചാലിട്ടൊഴുകുന്ന വിയർപ്പ് തുള്ളികൾ സൂചിപ്പിച്ചത് അതാണ്. ആദ്യത്തെ ആൾ രണ്ടാമനെ ഒന്ന് നോക്കി കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് സംസാരിച്ചത്. നീ എന്നെ വല്ലാത്തൊരു കുരുക്കിലാണ് പെടുത്തിയത്, നമ്മളിനി എങ്ങനെ നാട് കിടക്കും? അപ്പോഴേക്കും രണ്ടാമൻ തൻ്റെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ തുടങ്ങി. ഇനി എന്തു ചെയ്യാനാ? ഈ ഡയമണ്ട് മോഷണം പോയത് കാരണം എല്ലാ ചെക്ക് പോസ്റ്റിലും ചെക്കിങ് കർശനമാക്കിയിട്ടുണ്ട്. പോരാതെ മുക്കിന് പോലീസ് ചെക്കിങ്ങും. ആ സാധനം നാട് കടത്തുനിന്ന് പോയിട്ട് ആ ഗോഡൌണിൽ നിന്ന് ഒന്ന് പുറത്തിറക്കാൻ പോലും കഴിയുന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. എത്രയും പെട്ടെന്ന് സാധനം പുറത്തിറക്കണം, എന്നിട്ട് നാട് വിടണം. ഒന്നാമൻ ദേഷ്യത്തിൽ പറഞ്ഞതും അടുത്ത ആൾ താൻ അറിഞ്ഞ വിവരങ്ങൾ മറ്റേ ആളെ അറിയിച്ചു. ലെസോതോ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ഋതിക എല്ലാ ഗോഡൌണുകളുടെയും പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയെന്ന് പറഞ്ഞതും ഒന്നാമൻ ആകെ നിരാശനായി. ഷടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? താൻ വേറെ എന്തെങ്കിലും വഴി നോക്ക്. വേണ്ടേ, സാധനം പറഞ്ഞ സമയത്ത് അമേരിക്കയിൽ എത്തിയില്ലെങ്കിൽ അറിയാലോ, പിന്നെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ആ പിന്നെ ഈ ഡയമണ്ട് കണ്ടുപിടിക്കുന്ന ഒരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിലൊന്നും പെടാതെ നോക്കണം. എടാ പൊട്ടാ, എങ്ങാനും അവൻ്റെ കയ്യിൽ പെട്ടാ അതോടെ എല്ലാം തീരും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ ആ ഡയമണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ
എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ ആ ഡയമണ്ട് കണ്ടെത്താൻ വന്നവനെ താൻ കൊല്ലുമെന്ന് രണ്ടാമൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴും അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല.